മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നത്. കണ്ടില്ലെങ്കിൽ വണ്ടിയുടെ പ്രീവിയസ് കണ്ടീഷൻ കാണണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കാണാം. എന്താണ് പ്ലാൻ എന്നൊക്കെ ഞാനത് പറയുന്നുണ്ട്. വണ്ടിയുടെ ഒരു എന്തൊക്കെ സൈഡാണ് വൃത്തിയാക്കേണ്ടത്, വൃത്തിയായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ കാണുക. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് അവേ വീഡിയോയിലോട്ട് പോകാം. ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വണ്ടി നമുക്ക് കവർ ചെയ്ത് നോക്കാം. കാരണം ഇനി കുറേ പണികളുണ്ട്. ബിക്കോസ് ഫസ്റ്റ് നമുക്ക് വണ്ടി ഇവിടുന്ന് അനക്കാനൊക്കില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി കണ്ടുപിടിക്കണം. വണ്ടിയുടെ ബാറ്ററി വീട്ടിൽ എവിടെയോ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാലേ ഫർദർ പരിപാടീസ് നടക്കത്തുള്ളൂ. ഇതിൻ്റെ ഒരു ഈ കവറിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഒരു ഏക്കും പൂക്കും ഇല്ലാതെ കിടക്കുകയാണ്. ഇത് കവർ ചെയ്തിടണം, അല്ലെങ്കിൽ പിന്നെയും നല്ല ജീവികളൊക്കെ അതിനകത്ത് കൂട് വെക്കും. അതിനകത്ത് വല്ല പല്ലി പഴുതാരയൊക്കെ കാണും ചിലപ്പോൾ. അതിന് നോക്കിയാലേ മനസ്സിലാകൂ. കവർ ചെയ്തിടാം. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. വണ്ടി കാണുന്നവർ വിചാരിക്കും, എനിക്ക് വണ്ടിയൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഞാൻ പറയുന്നില്ല, ഞാൻ തെറ്റി പറയുന്നില്ല. കാരണം ആർക്കായാലും തോന്നിപ്പോവും വണ്ടി കൊടുത്ത് ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ. പക്ഷേ ഞാനിത് ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓടിച്ച് കൊതി തീർന്നിട്ടില്ലേ വണ്ടിയുടെ, അതാണ് സത്യം. അല്ലെങ്കിൽ ഈ കണ്ടീഷനൊക്കെ വേണം വിറ്റ് ഒഴിവാക്കാം. പക്ഷേ ഓടിച്ച് കൊതി തീരാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഫുള്ള് റീബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഞാൻ വണ്ടി സെയിൽ ചെയ്യില്ലെന്നൊക്കെ പിന്നീട് നമുക്ക് പറയാൻ പറ്റൂ. ബിക്കോസ് വണ്ടി എനിക്കൊന്ന് പണിഞ്ഞിറക്കി നന്നായിട്ട് കുറച്ച് ആൾ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് മേ ബി ഞാൻ സെയിൽ ചെയ്തേക്കാം. യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, നമുക്കിനി അടുത്ത പരിപാടി ബാറ്ററി തപ്പാൻ പോകാം. സോ ഗൈസ്, കുറേ നേരത്തെ തപ്പലിന് ശേഷം ബാറ്ററി കണ്ടുപിടിച്ചു. കാണിച്ചു തരാം. ബാറ്ററി ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. ഗുഡ്. വെയിറ്റ് ആണ് മച്ചി. വെട്ടത്തോട് കൊണ്ടുപോയി വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇത്. ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു 2 years ബാക്ക് എന്തോ വാങ്ങിയതാണ്. 2 or 3 years. ഇത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡീറ്റെയിൽഡ് പറയാൻ എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ പവർ. സ്റ്റോക്ക് വരുന്ന ബാറ്ററി അല്ല, കമ്പനി വണ്ടി ഇറങ്ങിയ സമയത്ത് ബാറ്ററി ചേഞ്ച് ചെയ്തതാണിത്. ഓക്കെ, ഇനി ഇതുകൊണ്ട് റീചാർജ് ചെയ്യണം. അതാണ് ഇനി അടുത്ത പരിപാടി. സോ ലെറ്റ്സ് ഗോ. ബാറ്ററി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ റെഡി ആയിട്ട് വരാം. അങ്ങനെ റെഡിയായി. ബാറ്ററി എടുത്തുകൊണ്ട് നമുക്ക് പോവാം. അതാണ്ട് ബാറ്ററി. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ നമുക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ വണ്ടിയിലെടുത്ത് വെക്കണം ബാറ്ററി. ഭയങ്കര വെയിറ്റ്. വണ്ടി തുറക്കണം. ഓക്കെ, ഓക്കെ, ബാറ്ററി വെച്ചു, അടച്ചു. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. പോകുന്നതിന് മുന്നേ ഈ കവർ അങ്ങിട്ട് വെക്കണം. സമയമല്ല, കുറേ പരിപാടികളുണ്ട്. ഓക്കെ, കയ്യിലെല്ലാം പൊടിയായി. ഓക്കെ, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗേറ്റ് തുറക്കാം. ആയിക്കോട്ടെ. ഗേറ്റ് തുറന്നു. അമ്മച്ചി, ഞാൻ പോവാണേ. പോയച്ചേരാം. അമ്മച്ചി കേട്ടില്ല തോന്നുന്നു. പോയിട്ട് വരാം. ഞാൻ വരാൻ താമസിക്കും ചിലപ്പോൾ. പോയിട്ട് വരാം. ശരി. ഓക്കെ, വണ്ടി കയറാം.
ഇപ്പം നോക്കിക്കോണം. എവിടെയെങ്കിലും പോയിട്ട് വണ്ടി കയറുമ്പോൾ സീസ ഇപ്പം കരച്ചിട്ട് തുടങ്ങും. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ സീസ. സീസ ആക്ച്വലി ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് വിചാരിച്ചാണ് നമ്മളങ്ങനെ കിടന്ന് കരയുന്നത്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല. ഇഗ്നിഷൻ ഓൺ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് മാറ്റി എങ്ങനെയാണെന്ന് അറിയുമ്പോൾ മെസ്സേജിൽ ഞാൻ വിളിക്കുമ്പോഴാണ് ഹാൻഡ് ബ്രേക്ക് മാറുന്നത്. ഇതിപ്പോൾ ആക്ച്വലി ABSൻ്റെ സെൻസർ അല്ല, ABS സെൻസറിന് എന്തോ പ്രശ്നമല്ല. ABS സെൻസർ അല്ലല്ലോ, ബ്രേക്ക് പാഡ്സ് മാറണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അതിന് സർവീസിന് ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എന്ത് ചെയ്യും, നമ്മൾ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇനി കണ്ടോ ഇതാണ് അതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. ഇങ്ങനെ ഇവിടെയാണ് ചവിട്ടുന്നത് ഹാൻഡ് ബ്രേക്ക്. സാധാരണ നമ്മുടെ സെൻട്രൽ കൺസോളിലല്ലേ, അവിടെ അല്ല. ഇവിടെ ഇങ്ങനെ ചവിട്ട് കാണിച്ചത് 3 പെഡൽ കൂടാതെ ഇവിടെ ഒരു സാധനം ഉണ്ട്, അതാണ് ഹാൻഡ് ബ്രേക്ക്. ഓക്കെ, പോകാം. ഗേറ്റ് അടയ്ക്കണം. ഓക്കെ, വണ്ടി കയറി മസ്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ ഫൈൻ കിട്ടുന്നത് മാത്രമല്ല അതാണ് നല്ലത്. എയർ ബാഗ് ഒക്കെ അല്ലെങ്കിൽ പുറത്ത് വരത്തില്ല ഇൻ കേസ് ഓഫ് കൊളിഷൻ. ഓക്കെ, നമുക്ക് പോവാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി ആദ്യത്തെ പരിപാടി ബാറ്ററി കൊണ്ട് ചാർജ് ചെയ്യാൻ കൊടുക്കുക, റീചാർജ് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് നേരെ പപ്പയുടെ അടുത്ത് പോകണം. എന്നിട്ട് EV എടുത്തുകൊണ്ട് നമുക്ക് കരുനാപ്പള്ളി വരെ പോകേണ്ട കാര്യമുണ്ട്. ഇതുണ്ടോ, ആക്ച്വലി നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൊടിയേറ്റ് പോകുന്ന പദയാത്ര ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ ആർച്ചൊക്കെ. വണ്ടികളാണല്ലോ. കൊണ്ട് കൊടുത്തിട്ട് വരാം. സോ ഗൈസ്, ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പുതിയ ബാറ്ററി വാങ്ങേണ്ടി വരും. സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ നാളെ രാവിലെ വന്ന് ബാറ്ററി എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളങ്ങനെ EV എടുത്തു. ഇനി കരുനാപ്പള്ളി പോകണം. കരുനാപ്പള്ളി പോയി കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ഒരു സാധനം വാങ്ങാനുണ്ട്. അതൊക്കെയാണ് മെയിൻ പരിപാടി. ബാറ്ററിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ബാറ്ററി നാളെ വാങ്ങുക എന്നൊരു ഓപ്ഷനേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ഗൈസ്, അങ്ങനെ രാത്രിയായി. ഇപ്പം 7:30 ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു. പോയ കാര്യങ്ങളെല്ലാം സാധിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ എന്താണ്, ബൈക്കിൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുമ്പം മോസ്റ്റ് പ്രോബബ്ലി ബാറ്ററിയുടെ ലൈറ്റ് പോയി. മോസ്റ്റ് പ്രോബബ്ലി ബാറ്ററി നമുക്ക് മാറ്റേണ്ടി വരും. ഞാനിന്ന് ചോദിച്ചപ്പോൾ ബാറ്ററി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, റീചാർജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഡെഡാണ്. അപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി നാളെ വാങ്ങും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ പോകുന്നത് നാളെ ബാറ്ററി വാങ്ങാൻ പോകുന്ന വീഡിയോ ആയിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, മെൻഷൻ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാ ഹാൻഡിലും നമ്മുടെ യൂട്യൂബ് ഹാൻഡിലും ഷോർട്സും റീൽസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ബിൽഡിൻ്റെ ഫുൾ സീരീസ്. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമോ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, സുബമങ്കി സൈനിങ് ഓഫ്. ബൈ.